ഹായ് ഗൈസ്, അപ്പം നമ്മൾ തേർഡ് സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ തേർഡ് സെമസ്റ്ററിൽ അഡ്വാൻസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അഡ്വാൻസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനകത്ത് മെയിനായിട്ട് 5 മൊഡ്യൂളാണ് ഉള്ളത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് പാർട്ണർഷിപ്പ് അക്കൗണ്ടാണ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് ഫോർ കൺസ്യൂമൻ്റ് ആണ്. തേർഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് ഫോർ ജോയിൻറ്റ് വെഞ്ചർ. ഫോർത്ത് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് അക്കൗണ്ടിങ്. ഫിഫ്ത്ത് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ടിങ്. അപ്പോൾ അങ്ങനെ 5 മൊഡ്യൂളാണ് ഉള്ളത്. അതിൽ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് മൊഡ്യൂളാണ് പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ്. അപ്പോൾ പാർട്ണർഷിപ്പ് അക്കൗണ്ട്സിനെ പറ്റി പറയുമ്പം നിങ്ങൾ കൊമേഴ്സ് സ്റ്റുഡൻസ് എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. ഈ പറഞ്ഞ +2 പഠിക്കാനുള്ള ഒരു മെയിൻ ചാപ്റ്ററാണ്. +2 അക്കൗണ്ടിങ്ങിനകത്തുള്ള മെയിൻ ചാപ്റ്ററാണ് പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. പിന്നെ +1 ബിസിനസ് സ്റ്റഡീസിനകത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പാർട്ണർഷിപ്പിൻ്റെ തിയറിയും കാര്യങ്ങളും. അപ്പം ഇവിടെ ഇപ്പം നമ്മളിപ്പം അല്ലേ +2 സ്റ്റേറ്റ് ആയിരുന്നാലും CBSE ആയിരുന്നാലും ICSE ആയിരുന്നാലും എല്ലാവരും പഠിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം പാർട്ണർഷിപ്പ് അക്കൗണ്ട്സിനകത്ത് മെയിനായിട്ട് അഡ്മിഷൻ ഓഫ് എ പാർട്ണർ, റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ണർ, ഡെത്ത് ഓഫ് എ പാർട്ണർ, ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം, ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. പക്ഷെ നമുക്കിവിടെ ഇപ്പം BCom സിലബസ് പ്രകാരം ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ പാർട്ണർഷിപ്പിൻ്റെ ബേസിക്സും പിന്നെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്, ഈ പറഞ്ഞ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫെയിം, ഈ പറഞ്ഞ 2 കാര്യങ്ങൾ മാത്രമേ പഠിക്കുകയുള്ളൂ. അഡ്മിഷനോ റിട്ടയർമെൻറ്റോ ഡെത്തൊന്നും പഠിക്കാനില്ല. അപ്പം ഈ പറഞ്ഞ ബേസിക്സും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ്, ഈ പറഞ്ഞ പോലെ അക്കൗണ്ടിങ് ഫോർ മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ ഈ പറഞ്ഞ ഡിസൊല്യൂഷൻ ഓഫ് ഫെയിം അത് നല്ല ഡീറ്റെയിൽ ആയിട്ടുണ്ട്. നമ്മൾ ആ 12th പഠിച്ചതിനേക്കാളും ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ എക്സ്ട്രാ ഇതിനകത്ത് പഠിക്കാനുണ്ട്. ഈ പറഞ്ഞ ഗാർണർ വെസസ് മുറേ ഡിസിഷൻ, പിന്നെ പീസ് മീൽ ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുടെ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ണർഷിപ്പിൻ്റെ ബേസിക്സ് ആണ്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ പാർട്ണർഷിപ്പിൻ്റെ ബേസിക്സ് മാത്രമേ നമ്മളിന്ന് നോക്കുന്നുള്ളൂ. അതിൻ്റെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം അല്ലേ? 2 അതിൽ കൂടുതൽ ആൾക്കാർ ചേർന്ന് നടത്തുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തിനാണ് പാർട്ണർഷിപ്പ് എന്നുള്ളത്. അപ്പോൾ പാർട്ണർഷിപ്പ് ഈസ് ബിസിനസ് വിച്ച് ഈസ് സ്റ്റാർട്ടഡ് വിത്ത് 2 or more പേഴ്സൺ. അപ്പോൾ മിനിമം പാർട്ണർഷിപ്പിന് വേണ്ട ആൾക്കാർ നിങ്ങൾക്ക് അറിയാം 2 പേരാണ് അല്ലേ? അപ്പോൾ മിനിമം 2 പേരുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതൊരു ബിസിനസിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് അറിയാം, എന്താണെന്ന് അറിയാം, പ്രോഫിറ്റ് അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ പാർട്ണർഷിപ്പിന്റെ ബിസിനസിന്റെ ഉദ്ദേശം എന്ത് തന്നെയാണ്, പ്രോഫിറ്റ് ആണ്. അതൊരു എഗ്രീഡ് പ്രൊപ്പോർഷനിൽ അവരെന്ത് ചെയ്യും, വീതിച്ച് എടുക്കും. അപ്പം പാർട്ണർഷിപ്പിലുള്ള വ്യക്തികൾ, ഓരോ വ്യക്തികളെ നമ്മൾ എന്താണ് പറയുന്നത്, പാർട്ണേഴ്സ് എന്നാണ് പറയുന്നത് അല്ലേ? പാർട്ണർഷിപ്പിലുള്ള ഓരോ വ്യക്തികൾ നമ്മൾ പാർട്ണേഴ്സ് എന്ന് പറയും. മൊത്തത്തിൽ അതിന് നമ്മൾ എന്ത് പറയും, ഫെയിം എന്ന് പറയും. അപ്പോൾ ഇൻ പാർട്ണർഷിപ്പ് ദ പേഴ്സൺസ് ആർ ഇൻഡിവിജ്വലി നോൺ എസ് പാർട്ണേഴ്സ് ആൻഡ് കളക്റ്റീവ്ലി നോൺ എസ് ഫെയിം. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ എന്താണ് പാർട്ണേഴ്സ് എന്ന് പറയും, മൊത്തത്തിൽ അവരെന്ത് പറയും, ഫെയിം എന്ന് പറയും. ദ നെയിം ഇൻ വിച്ച് ബിസിനസ് ഈസ് ക്യാരിഡ് ഓൺ ഈസ് കാൾഡ് ഫെയിം നെയിം. അപ്പോൾ ഈ പാർട്ണർഷിപ്പ് ബിസിനസ്സിന് നമ്മളൊരു ഫെയിം എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഫെയിം നെയിം എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. അപ്പം ഇതാണ്. ഓക്കെ, അപ്പം ഇനി അതിൻ്റെ അപ്പോൾ നമുക്ക് അടുത്ത് പാർട്ണർഷിപ്പിൻ്റെ ഡെഫിനിഷനിലോട്ട് പോകാം. പാർട്ണർഷിപ്പ് ഡെഫിനിഷൻ പറയുന്നത് വെച്ചാൽ എന്താണ്, അക്കോർഡിംഗ് ടു സെക്ഷൻ 4 ഓഫ് ദി ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 ഡിഫൈൻസ് പാർട്ണർഷിപ്പ് ആസ് the relation between persons who have agreed to share the profit of the business carried on by all or any one of them acting for it. അപ്പം എല്ലാവരും കൂടെ ആയിരിക്കും ഈ പറഞ്ഞ പാർട്ണർഷിപ്പ് ബിസിനസ് നടത്തുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ എന്ത് ചെയ്യണം, എല്ലാവർക്കും വേണ്ടി ആക്ട് ചെയ്യണം എന്നുള്ളതാണ് ആ ഡെഫിനിഷനകത്ത് മെയിനായിട്ട് പറയുന്നത്. പിന്നെ ഒരു പ്രോഫിറ്റ് എന്ത് ചെയ്യും, ഒരു എഗ്രീഡ് പ്രൊപ്പോർഷൻ എന്ത് ചെയ്യും, ഷെയർ ചെയ്ത് എടുക്കും എന്നുള്ളതാണ് ആ ഡെഫിനിഷനകത്ത് പറയുന്നത്. അടുത്ത് നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഫീച്ചേഴ്സ് ഓഫ് പാർട്ണർഷിപ്പ് ആണ്. അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫസ്റ്റ് പറയുന്നത് വെച്ചാൽ നമ്പർ ഓഫ് പേഴ്സൺ. ഇപ്പോൾ മിനിമം നമ്പർ ഓഫ് പേഴ്സൺ റിക്വയർഡ് ടു ഫോം എ പാർട്ണർഷിപ്പ് ബിസിനസ് ഈസ് 2. മിനിമം എത്ര പേരാണ്, 2 പേരാണ്. മാക്സിമം എന്ന് പറയുന്നത് പഴയ കമ്പനീസ് ആക്ട് പ്രകാരം, അതായത് കമ്പനീസ് ആക്ട് 1956 പ്രകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിങ് ബിസിനസ് ആണെങ്കിൽ 10ഉം നോൺ ബാങ്കിങ് ബിസിനസ് ആണെങ്കിൽ 20ആണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, മിനിമം നമ്പർ ഓഫ് പേഴ്സൺ റിക്വയർഡ് ടു ഫോം എ പാർട്ണർഷിപ്പ് ബിസിനസ് ഈസ് 2 ആൻഡ് മാക്സിമം ഈസ് 10 ഇൻ ദ കേസ് ഓഫ് ബാങ്കിങ് ബിസിനസ്, 20 ഇൻ അതർ കേസസ്. അത് പഴയ കമ്പനീസ് ആക്ട് പ്രകാരം. പുതിയ കമ്പനീസ് ആക്ട് പ്രകാരം മിനിമം 2 തന്നെയാണ്, പക്ഷെ മാക്സിമം എന്ന് പറയുന്നത് 50 ആണ്. പുതിയ കമ്പനീസ് ആക്ട് എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് 2013 പ്രകാരം 50 ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിന്റ്. അതുപോലെ ഈ മിനിമം 2 എന്നുള്ള ഫിക്സ് ചെയ്തിട്ടുള്ള നമ്മൾ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് തന്നെയാണ്. മാക്സിമം നേരത്തെ പറഞ്ഞ 20 അല്ലെങ്കിൽ 10
അല്ലേ? പുതിയ കമ്പനീസ് ആക്ട് പ്രകാരമാണെങ്കിൽ 50 ആണ്. അപ്പോൾ അത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് കമ്പനീസ് ആക്ട് 2013 ആണ്. അപ്പോൾ മിനിമം നമ്പർ ഓഫ് പേഴ്സൺ റിക്വയർഡ് ടു ഫോം എ പാർട്ണർഷിപ്പ് ബിസിനസ് ഈസ് 2 ആൻഡ് മാക്സിമം ഈസ് 10 in the case of banking business and 20 in other cases as per എന്താണ് ഈ പറഞ്ഞൊരു ഓൾഡ് കമ്പനീസ് ആക്ട് 1956. പുതിയ കമ്പനീസ് ആക്ട് പ്രകാരം 50 മാക്സിമം നമ്പർ ഓഫ് പേഴ്സൺ ഡസ് നോട്ട് എക്സീഡ് 50. അപ്പോൾ അതാണ് ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത്. സെക്കൻഡ് ഫീച്ചർ എന്ന് പറയുന്നത് എഗ്രിമെൻ്റ്. അപ്പോൾ നമുക്കറിയാം പാർട്ണർഷിപ്പ് ഈസ് എ റിസൾട്ട് ഓഫ് എൻ എഗ്രിമെൻറ്റ്. എഗ്രിമെൻറ്റ് മേ ബി എന്താണ് ഓർലോ റിട്ടേൺ എഗ്രിമെൻറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ ഓറൽ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, വാക്കാൽ പറഞ്ഞു ഉറപ്പിക്കും. ഇപ്പം നല്ല ക്ലോസ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ബ്രദേഴ്സ് അവരൊക്കെ ചേർന്ന് പാർട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓറൽ എഗ്രിമെൻറ്റ് മതി. അതേസമയം ഈ പറഞ്ഞ പോലെ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള 2 പേര് ചേർന്നാണ് പാർട്ണർഷിപ്പ് ബിസിനസ് നടത്തണമെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ ഒരു എഗ്രിമെൻറ്റ് വേണം. എന്ന് വെച്ചാൽ ആ റിട്ടേൺ അവിടെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ റിട്ടേൺ എഗ്രിമെൻറ്റ്. അപ്പം പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പം ഓറൽ എഗ്രിമെൻ്റ് ആവും, റിട്ടേൺ എഗ്രിമെൻ്റ് ആവും. റിട്ടേൺ എഗ്രിമെൻറ്റിന് പറയുന്ന പേരാണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഈ പറഞ്ഞ പോലെ ലീഗലായിട്ടുള്ള അല്ലെങ്കിൽ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രം എന്ത് ചെയ്യാൻ പറ്റും, ലീഗലി കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രം എന്ത് ചെയ്യാൻ പറ്റും, പാർട്ണർഷിപ്പിൽ എൻ്റർ ചെയ്യാൻ പറ്റും. എന്ന് പറയുമ്പം മേജർ ആയിരിക്കണം, 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം, സൗണ്ട് മൈൻഡ് ആയിരിക്കണം, പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻസോൾവെൻ്റ് ആവാൻ പാടില്ല. അപ്പോൾ ഈ പറഞ്ഞ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം എന്ത് ചെയ്യാൻ പറ്റും, പാർട്ണർഷിപ്പിൽ പാർട്ട്നേഴ്സായിട്ട് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ മൈനർ, ലുണാറ്റിക്, ഈ പറഞ്ഞതുപോലെ ഇൻസോൾവെൻ്റ്. മൈനർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 18 വയസ്സിന് താഴെയുള്ള ആൾക്കാരാണ് മൈനർ എന്ന് പറയുന്നത്. ലുണാറ്റിക്സ് എന്ന് പറയുമ്പോൾ ബുദ്ധിസ്ഥിരത നഷ്ടപ്പെട്ട ആൾക്കാരെയാണ് നമ്മൾ ലുണാറ്റിക്സ് എന്ന് പറയുന്നത്. ഇൻസോൾവെൻ്റ് എന്ന് പറഞ്ഞാൽ പാപ്പരെ, ഒരു സ്വന്തം പേരിൽ ഒരു സ്വത്തുവക ഇല്ലാത്ത അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത ഒരാളിനെ നമ്മൾ എന്ത് പറയുക പാപ്പരായി എന്ന് പറയുന്നത്. ആ പാപ്പര എന്നുള്ള അവസ്ഥയാണ് പറയുന്നത് ഇൻസോൾവെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, പാർട്ണർഷിപ്പിൽ പാർട്ണറാവാൻ പറ്റില്ല. അപ്പം കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രമേ ഈ പറയും പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ എൻ്റർ ചെയ്യാൻ പറ്റൂ. ഇൻകോമ്പിറ്റൻ്റ് പേഴ്സൺ മൈനർ, ഇൻസോൾവെൻ്റ്, ലുണാറ്റിക്സിനൊന്നും എന്ത് ചെയ്യാൻ പറ്റും, പാർട്ണർഷിപ്പിൽ പാർട്ണറായിട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. അടുത്ത് തേർഡ് എന്ന് പറയുന്നത് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ട് അല്ലേ. പാർട്ണർഷിപ്പ് ഈസ് ഫൗണ്ട് ഫോർ എ ബിസിനസ് എന്തായിരിക്കണം, എപ്പോഴും ലോഫുൾ ആയിരിക്കണം അല്ലേ. ലോഫുൾ എന്ന് പറയുമ്പോൾ എന്താണ്, നിയമപരമായിട്ടുള്ള ബിസിനസ് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ ബിസിനസ്സിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ, പ്രോഫിറ്റ് എന്നാണ്. അപ്പം ലോഫുള്ളായിട്ട് ബിസിനസ് നടത്താൻ പാടുള്ളൂ. അതുപോലെ എന്താണ് ബിസിനസ്സിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും, പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ അതാണ് തേർഡ് ഫീച്ചറായിട്ട് പറയുന്നത് ബിസിനസ്. അടുത്ത ഫോർത്ത് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഷെയറിങ് ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ ഈ പറഞ്ഞ പ്രോഫിറ്റ് എങ്ങനെയായിരിക്കും ഷെയർ ചെയ്യണത്, ഒരു എഗ്രീഡ് പ്രൊപ്പോർഷനിലായിരിക്കും. ഇപ്പം 3:2:1. ഇപ്പോൾ ABC 3 പാർട്ണർമാർ, അവരുടെ റേഷ്യോ 3:2:1. അപ്പോൾ 60,000 പ്രോഫിറ്റ് ഉണ്ടാക്കിയെങ്കിൽ നമ്മൾ എന്ത് പറയും, 30,000, 20,000, 10,000 അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ലോസ് ഇപ്പം അടുത്ത വർഷം 60,000 ലോസ് ആണ് സംഭവിച്ചെങ്കിൽ എന്ത് ചെയ്യും, ഈ പ്രൊപ്പോർഷനിൽ തന്നെ ലോസ് അവർ ഷെയർ ചെയ്യും. എന്ന് പറയുമ്പോൾ 30,000 ലോസ് ഷെയർ, 20,000, 10,000 അങ്ങനെ ലോസ് ഷെയർ ചെയ്യുന്നത്. അപ്പം ഈ പറഞ്ഞ ലോസ് എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടത്, ഈ പറഞ്ഞ പ്രോഫിറ്റ് എങ്ങനെയാണോ ഷെയർ ചെയ്യുന്നത് അതേ പ്രൊപ്പോർഷനിൽ തന്നെ ലോസും ഷെയർ ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ റേഷ്യോയെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, പാർട്ണർഷിപ്പ് ഡീഡിലും ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പ്രോഫിറ്റ് എങ്ങനെ ഷെയർ ചെയ്യും, ഈക്വലായിട്ട് നമ്മൾ ഷെയർ ചെയ്യും. അപ്പോൾ ഷെയറിങ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എഗ്രീഡ് റേഷ്യോയിലാണ്. ലോസ് സംഭവിച്ചാലും അതേ എഗ്രീഡ് റേഷ്യോ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഷെയർ ചെയ്യും. ഇപ്പോൾ റേഷ്യോ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ ഈക്വലായിട്ട് ഷെയർ ചെയ്യും. അതാണ് ഷെയറിങ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ഫിഫ്ത്ത് പോയിന്റ് ആണ്. ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഏജൻസിയാണ്. മ്യൂച്വൽ ഏജൻസി എന്ന് പറയുമ്പം ഇവിടെ ഞാൻ പറയില്ലേ, ഓരോ പാർട്ണർമാരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്, ഏജൻറ്റുമാണ്, പ്രിൻസിപ്പളാണ്. അതെന്ന് പറയുമ്പം നമ്മൾ ആ ഡെഫിനേഷനകത്ത് പറഞ്ഞു, ഈ പറഞ്ഞ ആക്ടിങ് ഫോർ ഓൾ ആൻഡ് എനി വൺ ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ അല്ലേ. അപ്പം ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി, എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടിയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, പാർട്ണർഷിപ്പ് ഇപ്പോൾ രീതി ബിസിനസ് എന്ത് ചെയ്യണം, കണ്ടക്ട് ചെയ്ത് പോകുന്നത് അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഓരോരുത്തരും എന്താണ്, പ്രിൻസിപ്പളാണ്, അതേസമയം ഏജൻറ്റുമാണ്. അതാണ് മ്യൂച്വൽ ഏജൻസി ആയിട്ട് പറയുന്നത്. എവരി പാർട്ണർ ഓഫ് എ ഫേം ഈസ് ബോത്ത് ആൻ ഏജൻറ്റ് ആൻഡ് പ്രിൻസിപ്പൾ. അപ്പോൾ അതാണ് അതിനകത്ത് മെയിനായിട്ട് നോക്കേണ്ടത്. അടുത്ത അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. സിക്സ്ത് ഫീച്ചർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിന് മെയിനായിട്ട് അല്ലെങ്കിൽ ബിസിനസ്സിന് മെയിനായിട്ട് വേണ്ടത് എന്താണ്, പരസ്പര വിശ്വാസം അല്ലേ. ഈ പറഞ്ഞ പാർട്ണേഴ്സ് തമ്മിലുള്ള പരസ്പര വിശ്വാസമാണ്. അല്ല, പരസ്പര വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്, ഗുഡ് ഫെയ്ത്ത് ഈസ് ദി എസൻസ് ഓഫ് പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ്. ഹെൻസ് എവരി പാർട്ണർ ഈസ് മോറലി ആൻഡ് ലീഗലി ബൗണ്ട് ടു ബി ജസ്റ്റ് ആൻഡ് ഫെയ്ത്ത്ഫുൾ ടു വൺ അനദർ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്തുണ്ടായിരിക്കണം, വിശ്വാസം ഉണ്ടായിരിക്കണം അല്ലേ. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ
ഗുഡ് ഫെയ്ത്ത് ആണ് ഒരു പാർട്ണർഷിപ്പിന്റെ എസെൻസ് എന്ന് വെച്ചാൽ സത്ത്. മെയിനായിട്ട് ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഫെയ്ത്ത് ആണ്, പരസ്പര വിശ്വാസം. അപ്പോൾ അതാണ് ഇവിടെ പറയണത്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത് 7th പോയിന്റ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ലൈബിലിറ്റി. അൺലിമിറ്റഡ് ലൈബിലിറ്റി എന്ന് പറയുമ്പോൾ പാർട്ണർഷിപ്പിലെ പാർട്ണേഴ്സിന്റെ ലൈബിലിറ്റി എന്താണ്? അൺലിമിറ്റഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അൺലിമിറ്റഡ് എന്ന് പറയാൻ കാരണം എന്താണ്? ഇപ്പോൾ എന്തെങ്കിലും ലോസ് സംഭവിക്കണേ അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടി വിറ്റിട്ടായാലും ആ ലോസ് എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ നികത്തേണ്ടി വരും. അതുകൊണ്ടാണ് അതിനെന്താണ് അൺലിമിറ്റഡ് ലൈബിലിറ്റി എന്ന് പറയുന്നത്. ദ ലൈബിലിറ്റി ഓഫ് പാർട്ണേഴ്സ് ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം ഈസ് അൺലിമിറ്റഡ്. ഇറ്റ് ഈസ് ജോയിന്റ് ആൻഡ് സെവറൽ. ജോയിന്റ് ആൻഡ് സെവറൽ എന്ന് പറയുമ്പോൾ ഒന്നി എല്ലാവരും കൂടെ, അതാണ് ജോയിന്റ്. ഓക്കെ, ഇപ്പം 3 പാർട്ണേഴ്സ് ഉണ്ട്, അതിൽ 2 പാർട്ണേഴ്സ് ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യലി സൗണ്ട് അല്ല, എന്ന് വെച്ചാൽ അവർക്ക് പ്രോപ്പർട്ടിയോ ഒന്നുമില്ല. പക്ഷെ ഒരു പാർട്ണർ എന്ന് പറയുന്നത് ഇത്തിരി ഫിനാൻഷ്യലി സൗണ്ടാണ്, നല്ല കാശും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം ഈ പറഞ്ഞ കാശുള്ള ആൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ പറഞ്ഞ മറ്റുള്ളവർക്കും വേണ്ടി അല്ലെങ്കിൽ ആ പാർട്ണർഷിപ്പ് ബിസിനസ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ഡെപ്സ് കൊടുത്തു തീർക്കേണ്ടി വരും. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. ലൈബിലിറ്റീസ് ഓഫ് പാർട്ണേഴ്സ് ഓഫ് പാർട്ണർഷിപ്പ് ഫേം ഈസ് അൺലിമിറ്റഡ്. ഇറ്റ് ഈസ് ജോയിന്റ് ആൻഡ് സെവറൽ. ദസ് എ പാർട്ണർ ഈസ് ജോയിന്റ് ആൻഡ് ഓൾസോ ഇൻഡിവിജ്വൽ ലൈബിൾ ഫോർ ദി പേയ്മെന്റ് ഓഫ് ഡെപ്സ് ഓഫ് ദി ഫേം. അപ്പം ഒന്നീ മൊത്തത്തിൽ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ എല്ലാ പാർട്ണർമാരും കൂടെ കൊടുത്തു തീർക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ണർ ഈ പറഞ്ഞ ഒരു ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള പാർട്ണർ, ബാക്കിയുള്ളൊരു ഈ പറഞ്ഞ പോലെ അൺസൗണ്ട് ആണെങ്കിൽ ഈ പറഞ്ഞ സൗണ്ട് ആയിട്ടുള്ള ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള പാർട്ണേഴ്സ് എന്ത് ചെയ്യേണ്ടി വരും? ഈ പറഞ്ഞ ഡെപ്സ് എല്ലാം കൊടുത്തു തീർക്കേണ്ടത്. പേഴ്സണൽ പ്രോപ്പർട്ടി വിറ്റിട്ടായാലും ആ ഡെപ്സ് കൊടുത്തു തീർക്കേണ്ടത്. അതുകൊണ്ടാണ് പാർട്ണർഷിപ്പിന്റെ ലൈബിലിറ്റി എന്തെന്ന് പറയുന്നത് അൺലിമിറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നോ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ്. അപ്പോൾ ഇത് നിങ്ങൾ ബേസിക് ആയിട്ട് പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. സെക്കൻഡ് സെമ്മിൽ തുടക്കത്തിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ് അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ്. എന്താണ് അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ്? ബിസിനസ് ആൻഡ് ബിസിനസ് മെൻ ആർ 2 ഡിഫറെൻറ്റ് പേഴ്സൺസ്. അപ്പോൾ ഈ പറഞ്ഞ ബിസിനസ്സും ബിസിനസിന്റെ ഓണർ എന്താണ്? രണ്ട് ആൾക്കാരാണ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് സെപ്പറേറ്റ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഇപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നോ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്. റെസ്ട്രിക്ഷൻ എന്ന് പറയുമ്പം ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു പാർട്ണർ ഇപ്പം ബിസിനസ്സിൽ ഇന്ന് വരാൻ പറ്റൂല, അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് ബിസിനസ്സിൽ ഈ വർക്ക് ചെയ്യാൻ പറ്റൂല എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യും? വേറൊരാൾക്ക് ഇത് കൊടുത്തിട്ട് പോകും, അല്ലേ? അയാൾ ചെയ്യേണ്ട വർക്ക് വേറൊരാൾക്ക് കൊടുത്തിട്ട് പോകും. അപ്പോൾ അങ്ങനെ ആ ഒരാൾ ചെയ്യേണ്ട വർക്ക് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന കാര്യത്തിൽ ഇവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്നാണുള്ളത് ഈ പറഞ്ഞ പാർട്ണർഷിപ്പിനകത്ത് പറയണം. അപ്പോൾ ഈ പാർട്ണർഷിപ്പ് ഈസ് ബോൺ ഔട്ട് ഓഫ് എൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദി പാർട്ണർ. ഹെൻസ് നോ പാർട്ണേഴ്സ് ക്യാൻ ട്രാൻസ്ഫർ ഹിസ് ഷെയർ ടു ഔട്ട്സൈഡർ വിത്തൗട്ട് ദി കൺസെന്റ് ഓഫ് ഓൾ അതർ പാർട്ണേഴ്സ്. എന്ന് പറയുമ്പോൾ പുറത്തുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് കൈമാറ്റം ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ് അവിടെ പറയുന്നത്. എന്ന് പറയുമ്പം ഈ പറഞ്ഞ പാർട്ണർഷിപ്പിലുള്ള മറ്റു പാർട്ണർമാരുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പുറത്തുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഇയാളുടെ ഡ്യൂട്ടി മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല? കൈമാറ്റം ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പം പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുമ്പോൾ എന്താണ്? പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് മുമ്പേ പറഞ്ഞതുപോലെ എഗ്രിമെന്റ്, അല്ലേ? ഒരു എഗ്രിമെന്റ് ആണ്. അപ്പോൾ എഗ്രിമെന്റ് ബിറ്റ്വീൻ പാർട്ണേഴ്സ് ആണ്. എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാവും? ഓറലാവും, റിട്ടേൺ ആവും. റിട്ടേൺ എഗ്രിമെന്റ് ആണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയുള്ളൂ? പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയും. അപ്പോൾ പാർട്ണർഷിപ്പ് ഈസ് എ റിസൾട്ട് ഓഫ് എൻ എഗ്രിമെന്റ്. എഗ്രിമെന്റ് മേ ബി ഓറൽ ഓർ റിട്ടേൺ. റിട്ടേൺ എഗ്രിമെന്റ് ഈസ് കാൾഡ് പാർട്ണർഷിപ്പ് ഡീഡ്. ഈ പാർട്ണർഷിപ്പ് ഡീഡിന് പറയുന്ന വേറെ പേര് എന്താണ്? ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ് എന്നാണ് പറയുന്നത്. അപ്പം ഈ പാർട്ണർഷിപ്പ് ഡീഡിനകത്ത് മെയിനായിട്ട് എന്താണ് പറയുന്നത്? ഒരു പാർട്ണർഷിപ്പ് റൺ ചെയ്തുകൊണ്ട് പോവേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അല്ലെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അല്ലേ? എങ്ങനെയാണ് പാർട്ണർഷിപ്പ് റൺ ചെയ്യേണ്ടത്, ഓരോരുത്തരും ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണ്, ഓരോരുത്തരുടെ കടമ എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. അപ്പം thus the partnership deed is a document which contains important terms and conditions of partnership as agreed by the partners. It contains the rules and regulations given in the firm. അല്ലെ, ഒരു ഫേം നടത്തിക്കൊണ്ട് പോവേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അല്ലേ? അല്ലെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷനെ പറ്റിയാണ് എവിടെ പറയുന്നത്? പാർട്ണർഷിപ്പ് ഡീഡിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ അടുത്ത നമ്മൾ നോക്കാൻ വേണ്ടത് പാർട്ണർഷിപ്പ് ഡീഡ് കൊണ്ടുള്ള യൂസ് എന്താണ്, അല്ലെ? അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഡീഡ് എന്തിനാണ് ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അപ്പോൾ അതിനകത്ത് പറയുന്നത് വെച്ചാൽ ഫസ്റ്റ് എന്താണ് പറയുന്നത്? ദ മെയിൻ പർപ്പസ് ഓഫ് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് ആർ ടു മെയിൻറ്റെയിൻ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ, അല്ലേ? എന്ന് വെച്ചാൽ എന്താണ്? സമാധാനപരമായിട്ട് എന്ത് ചെയ്യണം? ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അല്ലേ? നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞതുപോലെ പാർട്ണർഷിപ്പ് ഡീഡ് ഉപയോഗിക്കുന്നത്, അല്ലേ? അടുത്ത് രണ്ടാമത് പറയുന്നത് ടു അവോയ്ഡ് ഫ്യൂച്ചർ ഡിസ്പ്യൂട്ട്, അല്ലേ? ഇപ്പം നമ്മൾ ഒരു രീതിയിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം വെച്ച് എഗ്രി ചെയ്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. ഫ്യൂച്ചറിൽ എന്ത് വരാം? ഈ പറഞ്ഞ തർക്കം വരാം, അല്ലെങ്കിൽ കൂടുതലായി ഇനി കുറഞ്ഞായി അങ്ങനെ പറഞ്ഞിട്ടൊക്കെ എന്ത് വരാം? തർക്കം വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ പറഞ്ഞ ഫ്യൂച്ചർ ഡിസ്പ്യൂട്ട്, കോറൽ, മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
കുറയ്ക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ പാർട്ണർഷിപ്പ് ഡീഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് പറഞ്ഞിട്ട് അവോയ്ഡ് എന്താണ് ഫ്യൂച്ചർ ഡിസ്പ്യൂട്ട്, കോറൽ ആൻഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ് എമംഗ് ദി പാർട്ണേഴ്സ്. ഈ പാർട്ണേഴ്സ് തമ്മിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ പോലെ പാർട്ണർഷിപ്പ് ഡീഡ് ഉണ്ടെങ്കിൽ നമുക്ക് കുറയ്ക്കാൻ അല്ലെങ്കിൽ തടയാൻ പറ്റും. അടുത്ത് ടു അവോയ്ഡ് കോൺട്രഡിക്ഷൻസ്. ഈ പറഞ്ഞ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന നേരത്തെ പറഞ്ഞതുപോലെ അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ഈ പറഞ്ഞ സംശയങ്ങൾ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞതുപോലെ പാർട്ണർഷിപ്പ് ഡീഡ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തടയാൻ പറ്റും. ടു റിമൈൻ ദ പാർട്ണേഴ്സ് അബൌട്ട് ദ റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് ലൈബിലിറ്റീസ്. അപ്പോൾ ഈ പറഞ്ഞ ഓരോ പാർട്ണർമാരുടെ റൈറ്റ്സ് എന്താണ്, ഡ്യൂട്ടീസ് എന്താണ്, ലൈബിലിറ്റീസ് എന്താണ്, അല്ലെ അവകാശം എന്താണ്, അവരുടെ കർത്തവ്യം എന്താണ്, ഈ പറഞ്ഞ ബാധ്യത എന്താണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാർട്ണർഷിപ്പ് ഡീഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ടു മെയിൻറ്റെയിൻ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആൻഡ് റൺ ബിസിനസ് സ്മൂത്ത്ലി, അല്ലേ. അപ്പം സമാധാനപരമായിട്ട് ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. രണ്ടെന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ഡിസ്പ്യൂട്ട്, കോറൽ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. മൂന്നാണ് ടു അവോയ്ഡ് ഫ്യൂച്ചർ കോൺട്രഡിക്ഷൻസ്, അല്ലെ പിന്നീട് ഉണ്ടാകുന്ന ആ പറഞ്ഞ പ്രശ്നങ്ങളും ഈ പറഞ്ഞ ഈ പറഞ്ഞ സംശയങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ ടു റിമൈൻ ദ പാർട്ണേഴ്സ് അബൌട്ട് ദ റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് ലൈബിലിറ്റീസ്. ഓരോ പാർട്ണർമാരുടെ റൈറ്റ്സ് എന്താണ്, ഡ്യൂട്ടി എന്താണ്, ലൈബിലിറ്റീസ് എന്താണെന്ന് നമുക്കത് അതുവഴി വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത് കണ്ടൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ണർഷിപ്പ് ഡീഡിൻ്റെ കണ്ടൻസിനെ പറ്റിയാണ് പഠിക്കുന്നത്. അത് മെയിനായിട്ടുള്ളൊരു തിയറിയാണ് കണ്ടൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. അപ്പം പാർട്ണർഷിപ്പ് ഡീഡിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പറയണമെന്ന് വെച്ചാൽ നെയിം ഓഫ് ദി ഫേം, അല്ലേ. പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ ആ പാർട്ണർഷിപ്പിൻ്റെ പേര്, പാർട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ പേര്, അതാണ് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം അതിനകത്ത് പറയണം. അപ്പോൾ നെയിം ഓഫ് ദി ഫേം, ഫേമിൻ്റെ പേര് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. രണ്ട്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഓൾ പാർട്ണേഴ്സ്. എല്ലാ പാർട്ണർമാരുടെ പേരും അഡ്രസ്സും കാര്യങ്ങളും ഡീറ്റെയിൽസും ഫുള്ളായിട്ട് അവിടെ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അടുത്ത് നേച്ചർ ഓഫ് ദി ബിസിനസ്. നേച്ചർ ഓഫ് ബിസിനസ്, ബിസിനസ്സിൻ്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ ട്രേഡിംഗ് ആണോ, മാനുഫാക്ചറിങ് ആണോ, സർവീസിംഗ് ആണോ, ഏത് രീതിയിലുള്ള ബിസിനസ് ആണെന്നുള്ളത് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അടുത്ത് ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് പാർട്ണർഷിപ്പ്, എന്നാണ് പാർട്ണർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, അത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അടുത്ത് ഫിഫ്ത്ത് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ദി ബിസിനസ്, ബിസിനസ് എവിടെയാണ് പ്രോപ്പറായിട്ട് സിറ്റുവേറ്റ് ചെയ്യണത്. അടുത്ത് ഡ്യൂറേഷൻ ഓഫ് പാർട്ണർഷിപ്പ്. ഈ പറഞ്ഞതുപോലെ പാർട്ണർഷിപ്പ് പറ്റി പലതരത്തിലുള്ള പാർട്ണർഷിപ്പ് ഉണ്ട്. ഈ പറഞ്ഞതുപോലെ ഡ്യൂറേഷൻ ബേസിസിൽ, അപ്പോൾ ആ ഡ്യൂറേഷൻ എത്രയെന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കും, പാർട്ണർഷിപ്പ് ഡീഡിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അടുത്ത് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ബൈ ഈച്ച് പാർട്ണർ. ഓരോ പാർട്ണറും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ക്യാപിറ്റൽ, അല്ലെ, മൂലധനം എത്രയെന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അടുത്ത് പറഞ്ഞാൽ എമൗണ്ട് പെർമിറ്റഡ് ടു ബി വിഡ്രോൺ ബൈ ഈച്ച് പാർട്ണർ. ഓരോ പാർട്ണർമാർക്ക്, അല്ലേ, ഈ ക്യാപിറ്റലിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന എമൗണ്ടാണ് ഡ്രോയിങ്സ് എന്ന് പറയും. അപ്പം ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അത് എത്ര മാത്രം എന്നുള്ളത് എവിടെ പറഞ്ഞിട്ടുണ്ട്, പാർട്ണർഷിപ്പ് ഡീഡിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അടുത്ത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അല്ലേ, ഈ പറഞ്ഞ പ്രോഫിറ്റ് ആയിരുന്ന ലോസ് ആയിരുന്ന ഷെയർ ചെയ്യേണ്ട റേഷ്യോ. ഈ പാർട്ണർഷിപ്പ് ഡീഡിൽ റേഷ്യോ പറഞ്ഞിട്ടില്ലെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈക്വലായിട്ട് ഷെയർ ചെയ്യണം. അടുത്ത് എമൗണ്ട് ഓഫ് സാലറി ഓർ കമ്മീഷൻ ഇഫ് എനി പേബിൾ ടു ദി പാർട്ണേഴ്സ്. ഈ പറഞ്ഞ സാലറിയോ കമ്മീഷനോ പാർട്ണേഴ്സിന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ പ്രോഫിറ്റിന് പുറമെ സാലറി കമ്മീഷനോ ഏതെങ്കിലും പാർട്ണേഴ്സിന് കൊടുക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് ഈ പാർട്ണർഷിപ്പ് ഡീഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, കൊടുക്കാൻ പറ്റൂ. അടുത്ത് പറയണമെന്ന് വെച്ചാൽ എമൗണ്ട് ഓഫ് സാലറി ഓർ കമ്മീഷൻ ഇഫ് എനി പേബിൾ ടു ദി പാർട്ണർ. ഈ പറയുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇഫ് എനി ഓൺ ക്യാപിറ്റൽ ആൻഡ് ഡ്രോയിങ്സ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സോ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. പറഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ഒരു ഇൻട്രസ്റ്റ് കിട്ടാനും ചാർജ് ചെയ്യാനുള്ള റൈറ്റും ഇല്ല. അടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇഫ് എനി ഓൺ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ബൈ ദി പാർട്ണേഴ്സ്. ഈ പറഞ്ഞ ലോണിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ കാര്യം പാർട്ണർഷിപ്പ് ഡീഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ 6% ആണ് ചാർജ് ചെയ്യണം. അടുത്ത് അലോക്കേഷൻ ഓഫ് വർക്ക് എമംഗ് പാർട്ണേഴ്സ്. ഓരോ പാർട്ണർമാർക്കുള്ള വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, അതാണ് അലോക്കേഷൻ ഓഫ് വർക്ക് എമംഗ് ദി പാർട്ണേഴ്സ്. അടുത്ത് പറയുന്നത് വെച്ചാൽ റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് ലൈബിലിറ്റീസ് ഓഫ് പാർട്ണേഴ്സ്. ഓരോ പാർട്ണർമാരുടെ റൈറ്റ്സ്, ഡ്യൂട്ടീസ്, ലൈബിലിറ്റീസ്, അല്ലേ, അത് നമ്മൾ നേരത്തെ പറഞ്ഞാണെങ്കിൽ ഓരോരുത്തരുടെയും അധികാരവും അവകാശവും കർത്തവ്യവും പിന്നെ ഈ പറയുന്ന ബാധ്യത എന്തൊക്കെയെന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാർട്ണർഷിപ്പ് ഡീഡിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അടുത്ത് പറയുന്നത് വെച്ചാൽ പ്രൊവിഷൻ റിഗാർഡിംഗ് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ണർ, റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ണർ. ഒരു പുതിയ പാർട്ണറിനെ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നിലവിലുള്ള ഒരു പാർട്ണർ റിട്ടയർ ആവണമെങ്കിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ആ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ പാർട്ണർഷിപ്പ് ഡീഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് എന്ന് പറയുന്നത് കണ്ടൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. അപ്പം പാർട്ണർഷിപ്പ് ഡീഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞില്ലേ, പാർട്ണർഷിപ്പ് ഈസ് എ റിസൾട്ട് ഓഫ് എൻ എഗ്രിമെന്റ്. എഗ്രിമെന്റ് മേ ബി ഓറൽ ഓർ റിട്ടൺ എഗ്രിമെന്റ് ഈസ് കാൾഡ് പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ണർഷിപ്പ് ഡീഡ് ഈസ് ഓൾസോ നോൺ ആസ് ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ്. ഇറ്റ് കണ്ടെയ്ൻസ് ദി എന്താണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഗിവൺ ഇൻ ദി പാർട്ണർഷിപ്പ് ഫീം. പിന്നെ ഈ പറഞ്ഞ പാർട്ണർഷിപ്പ് ഡീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തിനാണ്, ഈ പറഞ്ഞ ഫ്യൂച്ചർ ഡിസ്പ്യൂട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ ടു റൺ ദി ബിസിനസ്, അല്ലേ, പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആൻഡ് ടു റൺ ദി ബിസിനസ് സ്മൂത്ത്ലി.
പിന്നെ എന്താണ് ഈ പറഞ്ഞ അവോയ്ഡ് ഫ്യൂച്ചർ കോൺട്രഡിക്ഷൻ ടു റിമെയിൻ ദ പാർട്ട്നേഴ്സ് അബൌട്ട് ദ റൈറ്റ്സ് ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ്. അത് നമ്മൾ പറഞ്ഞു. അല്ലെങ്കിൽ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ പാർട്ണർഷിപ്പ് ഡീഡാണ്. പാർട്ണർഷിപ്പ് ഡീഡിൻ്റെ കണ്ടൻസ് ആണ്. അപ്പോൾ കണ്ടൻസ് എന്ന് പറഞ്ഞാൽ നെയിം ഓഫ് ദി ബിസിനസ്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഓൾ ദ പാർട്ണേഴ്സ്, നേച്ചർ ഓഫ് ബിസിനസ്, പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ദി ബിസിനസ്, പിന്നെ ഈ പറഞ്ഞ ഡ്യൂറേഷൻ ഓഫ് പാർട്ണർഷിപ്പ്, എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ contributed by each partner, amount permitted to be withdrawn by each partner, profit sharing ratio, amount of salary or commission if any payable to the partners. പിന്നെ ഈ പറഞ്ഞ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് ഡ്രോയിങ്സ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ബൈ ദി പാർട്നേഴ്സ്, അലോക്കേഷൻ ഓഫ് വർക്ക് അമംഗ് ദി പാർട്നേഴ്സ്, പിന്നെ റൈറ്റ്സ് ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് പാർട്നേഴ്സ്. പിന്നെ ലാസ്റ്റ് പറഞ്ഞത് പ്രൊവിഷൻ റിഗാർഡിംഗ് അഡ്മിഷൻ ഓഫ് ന്യൂ പാർട്ണർ ആൻഡ് റിട്ടയർമെൻറ്റ് ഓഫ് എ ന്യൂ പാർട്ണർ. അപ്പോൾ ഇത്രയാണ് എന്തെന്ന് പറയുന്നത് കണ്ടൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. ഓക്കെ, ഫീച്ചേഴ്സ് ക്ലിയർ ആണല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടെ ഓടിച്ചൊന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പേഴ്സൺ, മിനിമം നമ്പർ ഓഫ് പേഴ്സൺ നമുക്ക് അറിയാം 2 ആണ്, മാക്സിമം 10 ഇൻ ദ കേസ് ഓഫ് ബാങ്കിങ് കേസസ്, 20 ഇൻ അതർ കേസസ് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ പുതിയ കമ്പനീസ് ആക്ട് പ്രകാരമാണ് മാക്സിമം 50 ആണ്. അടുത്ത സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എഗ്രിമെന്റ് ആണ്. പാർട്ണർഷിപ്പ് ഈസ് റിസൾട്ട് ഓഫ് എൻ എഗ്രിമെന്റ്. എഗ്രിമെന്റ് മേ ബി ഓറൽ ഓർ റിട്ടൺ എഗ്രിമെന്റ് ഈസ് കാൾഡ് പാർട്ണർഷിപ്പ് ഡീഡ് അല്ലേ. അപ്പോൾ പാർട്ണർഷിപ്പ് ഡീഡിനകത്ത് എന്താണ് പറയുക, ടൈംസ് ആൻഡ് കണ്ടീഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് അതിനകത്ത് പറയുന്നത്. അടുത്ത തേർഡ് പറഞ്ഞ ബിസിനസ് ആണ്. ബിസിനസ് എന്ന് പറയുമ്പോൾ പാർട്ണർഷിപ്പ് ഈസ് ഫൗണ്ട് ഫോർ ഡൂയിങ് സം ലോഫുൾ ബിസിനസ്. ദ ബിസിനസ് മസ്റ്റ് ബി എന്താണ് പ്രോഫിറ്റ് സീക്കിങ് അല്ലേ. ബിസിനസ് എന്ന് പറയുമ്പോൾ ലോഫുൾ ആയിരിക്കും, അതുപോലെ പ്രോഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കും ബിസിനസ് കണ്ടക്ട് ചെയ്യേണ്ടത്. അടുത്ത് ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്, ഒരു എഗ്രീഡ് പ്രൊപ്പോർഷനാണ്. ലോസ് വന്നാലും അതേ റേഷ്യോ തന്നെ അവർ എന്ത് ചെയ്യേണ്ടി വരും, ഷെയർ ചെയ്യേണ്ടി വരും. ഒന്നും പറഞ്ഞിട്ടില്ല. ഇഫ് നത്തിങ് ഈസ് മെൻഷൻ ഇൻ ദി പാർട്ണർഷിപ്പ് ഡീഡ് ദ പാർട്ണേഴ്സ് മസ്റ്റ് ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഈക്വലായിട്ട് വേണം പ്രോഫിറ്റ് ആൻഡ് ലോസും എന്ത് ചെയ്യേണ്ടത്, ഷെയർ ചെയ്യേണ്ടത്. അടുത്ത് പറയുന്നത് മ്യൂച്വൽ ഏജൻസിയാണ്. മ്യൂച്വൽ ഏജൻസി എന്ന് പറയുമ്പോൾ ഓരോ പാർട്ണർമാരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്, ഏജന്റുമാണ് പ്രിൻസിപ്പളാണ്. അടുത്ത് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പരസ്പര വിശ്വാസം. ഒരു പാർട്ണർഷിപ്പിൽ മെയിനായിട്ട് വേണ്ടത് എന്താണ്, പരസ്പര വിശ്വാസം. ഈച്ച് പാർട്ണർ ഈസ് ബോത്ത് എന്താണ് ജസ്റ്റ് ആൻഡ് ഫെയ്ത്ത്ഫുൾ ടു വൺ അനദർ അല്ലേ. അപ്പോൾ മെയിനായിട്ട് ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് വേണ്ടതാണ് ഈ പറഞ്ഞ ഗുഡ് ഫെയ്ത്ത് ആണ്. അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് ഈസ് ദി എസെൻസ് ഓഫ് എന്താണ് പാർട്ണർഷിപ്പ് എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ എന്താണ് ഈച്ച് പാർട്ണർ ഈസ് ബോത്ത് എന്താണ് ജസ്റ്റ് ആൻഡ് ഫെയ്ത്ത്ഫുൾ ടു വൺ അനദർ. അടുത്ത അൺലിമിറ്റഡ് ലൈബിലിറ്റി. അൺലിമിറ്റഡ് ലൈബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഈ പറഞ്ഞതുപോലെ പാർട്ണർഷിപ്പിലെ പാർട്ട്നേഴ്സിൻ്റെ ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. ഓരോ പാർട്ണർമാരും എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പോലെ ലോസ് ഉണ്ടെങ്കിൽ അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടി വിറ്റിട്ടായാലും എന്ത് ചെയ്യണം, ആ ലോസ് എന്ത് ചെയ്യണം, കൊടുത്തു തീർക്കണം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഇപ്പോൾ ജോയിൻ്റ് ആൻഡ് സെവർ എന്നുള്ളൊരു കേസ് കൂടെ ഉണ്ട്. അപ്പം ഒന്നേ എല്ലാവരും കൂടി ഇപ്പം മറ്റ് 2 പാർട്ണർമാർ അല്ലെങ്കിൽ ബാക്കിയുള്ള പാർട്ണർമാർ ഈ പറഞ്ഞ ഫിനാൻഷ്യൽ അൺസൗണ്ട് ആണെങ്കിൽ സൗണ്ട് ആയിട്ടുള്ള പാർട്ണർ എന്ത് ചെയ്യേണ്ടി വരും, ഈ പറഞ്ഞ ലൈബിലിറ്റീസ് ഒക്കെ കൊടുത്തു തീർക്കേണ്ടി വരും. ഈ പേഴ്സണൽ പ്രോപ്പർട്ടി വിറ്റിട്ടായാലും ഈ പറഞ്ഞ ലൈബിലിറ്റീസ് ഒക്കെ കൊടുത്തു തീർക്കേണ്ടി വരും. അടുത്ത് നോ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഈ പറഞ്ഞ പോലെ പാർട്ണർഷിപ്പ് എന്നുള്ളൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അല്ല എന്നുള്ളതാണ് പറയുന്നത്. അതായത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം ഈ പറഞ്ഞ പാർട്ണർഷിപ്പിന് അങ്ങനെ എന്ത് ചെയ്തിട്ടില്ല, ഈ പറഞ്ഞ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. അടുത്ത റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്. ഈ പറഞ്ഞതുപോലെ മറ്റ് പാർട്ണർമാരുടെ കൺസെൻറ്റ് സമ്മതം ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരാളുടെ ഡ്യൂട്ടി വേറൊരാൾക്ക് വേറെ പുറത്തുനിന്നുള്ള ഒരു ഔട്ട്സൈഡറിന് എന്ത് ചെയ്യാൻ പറ്റില്ല, കൈമാറ്റം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ അടുത്ത് ഓക്കെ, അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് അത്രയും ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് പോകാൻ നോക്കേണ്ടതെന്ന് പറയുന്നത് മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് ക്യാപിറ്റൽ അക്കൗണ്ട്സ്. അപ്പം ഇപ്പോൾ മെത്തേഡ് ഓഫ് മെയിൻറ്റെയിനിങ് ക്യാപിറ്റൽ അക്കൗണ്ട്സിനകത്ത് 2 മെത്തേഡാണ് ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്, 2 എന്ന് പറയുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ്. അപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആ പേരിൽ തന്നെ ഉണ്ട്, ഫ്ലക്ച്വേറ്റ് ചെയ്യും. എന്ത് ഫ്ലക്ച്വേറ്റ് ചെയ്യും, ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഫ്ലക്ച്വേറ്റ് എന്ന് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഓപ്പണിംഗ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എമൗണ്ട് ആയിരിക്കില്ല എന്ത് ചെയ്യണത് ക്ലോസിംഗ് ടൈമിൽ. അതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഡിഫറൻസ് വരാനുള്ള കാരണം എന്തെന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. എന്ന് പറയുമ്പം ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ, ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓപ്പണിംഗ് ക്ലോസിംഗ് ക്യാപിറ്റൽ ബാലൻസ് ഉണ്ടായിരിക്കും. അത് മാത്രമല്ല ആ വർഷം നടത്തിയിട്ടുള്ള പാർട്ണേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, കമ്മീഷൻ, പിന്നെ ബോണസ്, ഈ പറഞ്ഞ കാര്യം റിസർവ്, ട്രാൻസ്ഫർ ടു റിസർവ്, ആ കാര്യങ്ങളൊക്കെ വരും. അപ്പം ഇവിടെ ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനിഷനിലൂടെ പോകാം. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അണ്ടർ ദി ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഓൺലി 1 അക്കൗണ്ട് അല്ലേ. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിനകത്ത് ഒരു അക്കൗണ്ട് മാത്രമേ നമ്മൾ പ്രിപ്പയർ ചെയ്യുള്ളൂ. ഏത് അക്കൗണ്ട് മാത്രമാണ്, ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമാണ്. പാർട്ണേഴ്സ് ദാറ്റ് ഈസ് എന്താണ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് is maintained for each partner. Yearly adjustments such as drawings, interest on capital, salary, commission, etc. are done in capital account itself. അപ്പോൾ ഈ ഇയർലി അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള ഡ്രോയിങ്സ്, സാലറി, കമ്മീഷൻ ഇതെല്ലാം എവിടെ തന്നെ കാണിക്കുമെന്നാണ് പറയുന്നത്, ഈ പറഞ്ഞ ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയാണ് കാണിക്കുന്നത്. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഈ പറഞ്ഞ ഇയർലി അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഓരോ വർഷവും ഉണ്ടാകുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്, ഈ പറഞ്ഞ
മെയിനായിട്ട് അങ്ങനെ പാർട്ണർഷിപ്പിൽ ഉണ്ടാവുന്ന അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ. അപ്പോൾ ഈ പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം എവിടെ തന്നെ കാണിക്കും? പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയാണ് കാണിക്കും. അപ്പം എന്ത് ചെയ്യും? ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം വരുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഓപ്പണിംഗ് ഉള്ള എമൗണ്ട് ആയിരിക്കില്ല ക്ലോസിംഗ് ഉള്ള എമൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് എന്ത് ചെയ്യും? മാറും. അതുകൊണ്ടാണ് ഈ മെത്തേഡ് നമ്മൾ എന്ത് പറയുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ആസ് എ റിസൾട്ട് the capital account balance of a partner will fluctuate from time to time. In this case, the capital account balance of partners at the end of the year will be different from that of the beginning of the year. അപ്പോൾ തുടക്കത്തിൽ ഉണ്ടായിരിക്കുന്ന എമൗണ്ട് ആയിരിക്കില്ല എന്ത് ചെയ്യുന്നത് എൻഡ് ചെയ്യാൻ നേരത്തെ ഉണ്ടാവുന്ന എമൗണ്ട് എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഫ്ലക്ച്വേറ്റ് ഫ്രം ടൈം ടു ടൈം എന്ന് പറയാം. അടുത്ത്, since the capital account balance of the partners keep on fluctuating from time to time through adjustment of profit and loss, drawings, interest on drawings, remuneration to the partners, etc. This method is known as fluctuating capital method or floating capital method. അപ്പോൾ ഈ പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉള്ള കാരണം നമ്മൾ എന്ത് ചെയ്യും? ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസിൻ്റെ എമൗണ്ട് മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ എന്താണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്, അല്ലെങ്കിൽ ഇതിന് പറയുന്ന വേറെ പേര് എന്താണ്? ഫ്ലോട്ടിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയും. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം പ്രോബ്ലം അല്ലേ എങ്ങനെ വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഫോർമാറ്റ് ആണ്. അപ്പം ഈ ഫോർമാറ്റ് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ഫോർമാറ്റ് എന്ന് പറയുന്നത് ആദ്യം ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമുക്കറിയാം ലയബിലിറ്റി ആണ് അല്ലേ. ലയബിലിറ്റി എന്ന് പറയുമ്പോൾ ഏത് ബാലൻസ് ആണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ഓപ്പണിങ്ങിനുള്ള എമൗണ്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? ബൈ ബാലൻസ് പ്രോഡോ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ ഫോർമാറ്റിൽ ഒരു എമൗണ്ടോളേ ഉള്ളൂ, യഥാർത്ഥത്തിൽ 2 എമൗണ്ടോളം വരും. മിനിമം 2 പാർട്ടീസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് അപ്പ് ചെയ്യുന്നതിനേക്കാളും ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാം? 2 എമൗണ്ടോളം വരച്ച് കഴിഞ്ഞാൽ 2 പാർട്ണേഴ്സ്, 3 പാർട്ണേഴ്സ് ഉണ്ടെങ്കിൽ 3 എമൗണ്ടോളം നമുക്ക് വരച്ച് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇപ്പം ഫോർമാറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ബൈ ബാലൻസ് പ്രോഡോ അല്ലേ. ബൈ ബാലൻസ് പ്രോഡോ എന്ന് പറയുമ്പോൾ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ണർഷിപ്പ് ബിസിനസിൻ്റെ പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റലാണ് തന്നിട്ടുണ്ടെങ്കിൽ ബൈ ബാലൻസ് പ്രോഡോ. ഇപ്പോൾ ന്യൂലി സ്റ്റാർട്ടഡ് ബിസിനസിൻ്റെ ക്യാപിറ്റലാണ് തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഈ വർഷം അല്ലെങ്കിൽ 1 ജാനുവരിയാണ് ബിസിനസ് കമൻസ് ചെയ്തത്, അല്ലെങ്കിൽ 1 ഏപ്രിലാണ് ബിസിനസ് കമൻസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പുതുതായിട്ട് കൊണ്ടുവന്ന ക്യാപിറ്റലായിരിക്കും. ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ജേണൽ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. ഓക്കെ. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ഇതെങ്ങനെ പോസ്റ്റ് ചെയ്യും? ബൈ ക്യാഷ് എന്നായിരിക്കും പോസ്റ്റ് ചെയ്യും. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് സ്ഥാപനത്തിൻ്റെ ക്യാപിറ്റലാണ് തന്നിട്ടുണ്ടെങ്കിൽ ബൈ ബാലൻസ് പ്രോഡോ എന്ന് പറയും. ന്യൂലി സ്റ്റാർട്ടഡ് ബിസിനസ് ആണെങ്കിൽ ബൈ ക്യാഷ് എന്നല്ലെങ്കിൽ ബൈ ബാങ്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് കാണിക്കും. ഓക്കെ. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അടുത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് അഡീഷണൽ ക്യാപിറ്റൽ, ഇപ്പം നിലവിലുള്ള ക്യാപിറ്റൽ സഫീഷ്യൻ്റ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അഡീഷണൽ ആയിട്ട് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ അഡീഷണൽ ആയിട്ട് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈ ക്യാഷ് അല്ലെങ്കിൽ ബൈ ബാങ്ക് എന്ന് പറയും. ബ്രാക്കറ്റിനകത്ത് അഡീഷണൽ ക്യാപിറ്റൽ എന്ന് പറയാൻ കാണിക്കും. അതേസമയം അഡീഷണൽ ആയിട്ട് ചിലപ്പോൾ അസറ്റ് ആയിരിക്കും കൊണ്ടുവരും, ഫർണിച്ചറോ മെഷീനറി അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരണം. ബൈ ഫർണിച്ചർ അല്ലെങ്കിൽ ബൈ ഏത് അസറ്റാണോ കൊണ്ടുവരും ബൈ മെഷീനറി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. അടുത്ത് ഈ പറഞ്ഞ പാർട്ണേഴ്സിനുള്ള ഇയർലി അഡ്ജസ്റ്റ്മെൻറ്റ് ഏതൊക്കെയാണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, ഈ പറഞ്ഞ പോലെ P&L അപ്രോപ്രിയേഷൻ, പ്രോഫിറ്റ്, അവർക്ക് ഈ വർഷം കിട്ടിയ ഷെയർ ഓഫ് പ്രോഫിറ്റ് നമ്മൾ എന്തെങ്കിലും ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് കാണിക്കണം, സാലറി കമ്മീഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കാണിക്കണം. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം കാണിച്ചാൽ മതി, ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട? കാണിക്കേണ്ട ആവശ്യമില്ല. അടുത്ത് ഈ പറഞ്ഞ പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. എന്തെന്ന് പറയുകയാണെങ്കിൽ പ്രോഫിറ്റ് ആണെങ്കിൽ ബൈ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഷെയർ ഓഫ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ള എമൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ടത്. ഓക്കെ. അപ്പം ഈ പറഞ്ഞ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഇതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം അത് നമുക്ക് പിന്നെ പറയാം. ഇപ്പോൾ മെയിനായിട്ട് ഈ ഫോർമാറ്റിൽ ഇപ്പോൾ ക്രെഡിറ്റ് സൈഡ് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. ക്രെഡിറ്റ് സൈഡ് എന്താണ് പറയുന്നത്? ആദ്യം ബൈ ബാലൻസ് പ്രോഡോ. അത് ഈ പറഞ്ഞ റണ്ണിങ് ആയിട്ടുള്ള ബിസിനസിൻ്റെ ക്യാപിറ്റലാണെങ്കിൽ ബൈ ബാലൻസ് പ്രോഡോ, ന്യൂലി സ്റ്റാർട്ടഡ് ബിസിനസിൻ്റെ ആണെങ്കിൽ ബൈ ക്യാഷ് അല്ലെങ്കിൽ ബൈ ബാങ്ക് എന്ന് പറയുക കാണിക്കും. അതുപോലെ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ബൈ ക്യാഷ് അല്ലെങ്കിൽ ബൈ ബാങ്ക് എന്ന് പറയുകയാണെങ്കിൽ, അതുപോലെ ഈ പറഞ്ഞ അസറ്റ് ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ബൈ അസറ്റ് എന്ന് വെച്ചാൽ ഫർണിച്ചർ, മെഷീനറി എന്ന് പറയും ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. അതിനുശേഷം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. സാലറി, കമ്മീഷൻ, ഈ പറഞ്ഞതുപോലെ P&L അപ്രോപ്രിയേഷൻ, പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. ഓക്കെ. ക്ലിയർ അല്ലേ? അടുത്ത് ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. പിന്നെ ഈ പറഞ്ഞ പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് എന്ന് പറയും. ലോസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡ് ടു P&L അപ്രോപ്രിയേഷൻ ബ്രാക്കറ്റിനകത്ത് ഷെയർ ഓഫ് നെറ്റ് ലോസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കും. കാണിച്ചതിന് ശേഷം മിച്ചമുള്ള എമൗണ്ട് ടു ബാലൻസ് ക്യാരിഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ക്ലോസിംഗുള്ള ക്യാപിറ്റൽ നമ്മൾ എന്ത് പറയുന്നത്? ടു ബാലൻസ് ക്യാരിഡ് ഓൺ. ആ ടു ബാലൻസ് ക്യാരിഡ് ആണ് നമ്മൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ആ ഫിഗറാണ് നമ്മൾ ഇവിടുത്തെ ആൻസർ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. അപ്പോൾ ഒന്നും കൂടെ പറയാം. അപ്പം ബാലൻസ് ക്യാപിറ്റൽ കൊണ്ട് അല്ലേ ബൈ ബാലൻസ് പ്രോഡോ ഓപ്പണിംഗ് ഓർ അല്ലെങ്കിൽ എന്തായിരിക്കും? ബൈ ക്യാഷ്. ഇതിലേതെങ്കിലും ഒന്നേ കാണും. അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ബൈ ക്യാഷ്,
ഈ പറഞ്ഞ പോലെ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ഇയർലി അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, ഈ പറഞ്ഞ പ്രോഫിറ്റ് ആണെങ്കിൽ, ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ ടു ഡ്രോയിങ്സ്, ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, പിന്നെ ഈ പറഞ്ഞതുപോലെ P&L അപ്രോപ്രിയേഷൻ, ലോസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിലാണെങ്കിൽ ബാലൻസ് പറഞ്ഞ ഫിഗർ നമ്മൾ എന്ത് പറയും, ടു ബാലൻസ് ക്യാരിഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലുള്ള ക്യാപിറ്റൽ അക്കൗണ്ട് ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണ്? അപ്പോൾ ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഇനി അടുത്ത് എന്ത് ചെയ്യാം, ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. അജയ് ആൻഡ് വിജയ് കമൻസ്ഡ് ബിസിനസ് ആസ് പാർട്ണേഴ്സ് ഓൺ 1st January 2010. അപ്പോൾ 1st January 2010 ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ എൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ഇപ്പം ന്യൂലി സ്റ്റാർട്ട് ബിസിനസ്സാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്യാപിറ്റൽ എന്ത് പറഞ്ഞു കാണിക്കും, ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് കാണിക്കും. അടുത്തെന്താണ് പറഞ്ഞത്, അജയ് കോൺട്രിബ്യൂട്ടഡ് ₹60,000 ആൻഡ് വിജയ് കോൺട്രിബ്യൂട്ടഡ് 40,000 ആസ് ദിയർ ക്യാപിറ്റൽ. അപ്പോൾ 1st January അല്ലേ, 1st January 2010 ക്യാപിറ്റൽ നമ്മൾ എന്ത് പറയുന്നു, ബൈ ക്യാഷ്. ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് അജയുടെ ക്യാപിറ്റൽ വന്നിട്ട് 60,000, വിജയുടെ ക്യാപിറ്റൽ വന്നിട്ട് 40,000. അപ്പോൾ അജയുടെ എമൗണ്ട് കോളത്തിൽ 60,000, വിജയുടെ എമൗണ്ട് കോളത്തിൽ 40,000. ഓക്കെ, അപ്പോൾ ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ അല്ലേ, ക്രെഡിറ്റ് സൈഡിൽ 60,000 അല്ലെ, അജയുടെ എമൗണ്ട് കോളത്തിൽ, വിജയുടെ എമൗണ്ട് കോളത്തിൽ 40,000 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും, ഓപ്പണിംഗ് ഡേറ്റിൽ കാണിക്കും. ഇനി ക്വസ്റ്റ്യൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ദ പാർട്ണേഴ്സ് ഡിസൈഡ് ടു ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ ദ റേഷ്യോ 3:2. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ പറഞ്ഞിട്ടുണ്ട്, 3:2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ റേഷ്യോ പറഞ്ഞിട്ടില്ലെങ്കിലാണ് നമ്മൾ എങ്ങനെ ഷെയർ ചെയ്യണത്, ഈക്വലായിട്ട് ഷെയർ ചെയ്യണത്. അടുത്ത്, വിജയ് വാസ് എൻറ്റൈറ്റിൽഡ് ടു എ സാലറി ഓഫ് ₹12,000 പെർ ആനം. അപ്പോൾ വിജയ് എന്നുള്ള പാർട്ണറിന് സാലറി എത്ര രൂപ കിട്ടുന്നുണ്ട്, 12,000 വെച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ അപ്പോൾ ഈ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം നമ്മൾ കാണിക്കുന്നത് 31st December ആണ്. 31st December 2010 എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ ബൈ സാലറി എന്ന് പറയുന്നത് ആർക്ക് മാത്രമാണ് കിട്ടുന്നത്, വിജയ്ക്ക് മാത്രമാണ് 12,000 പെർ ആനുമാണ്. അപ്പം അജയ്ക്കില്ല, വിജയ്ക്ക് എത്രയുണ്ട്, 12,000 നമുക്ക് സാലറി കിട്ടുന്നുണ്ട്. ഓക്കെ, അടുത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർട്ണേഴ്സ് ആർ എൻറ്റൈറ്റിൽഡ് ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് ദ റേറ്റ് ഓഫ് 5% പെർ ആനം. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയുണ്ട്, 5% ഉണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും അതേ ഡേറ്റിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുകയാണെങ്കിൽ ബൈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. 60,000 അല്ലേ, 60,000 ഇൻറ്റു എത്ര പെർസെൻ്റ് ആണ്, 5% ആണ്. അപ്പോൾ 60,000 ഇൻറ്റു 5/100, 60,000 ഇൻറ്റു 5/100 ചെയ്യുന്ന നേരത്ത് നമുക്ക് 3,000 എന്ന് കിട്ടും. അടുത്ത് വിജയുടെ കാണുന്ന നേരത്ത് 40,000 ഇൻറ്റു 5/100, അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 2,000 എന്ന് കിട്ടും. 2,000, 3,000. അത്രയും ക്ലിയർ അല്ലേ? അടുത്ത്, the drawings of Ajay and Vijay for the year ending 31st December 2010 were ₹10,000 and 8,000 respectively. അപ്പോൾ ഡ്രോയിങ്സ് എന്നുള്ള എമൗണ്ട് നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. 31st December 2010 എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡിൽ ടു ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് വന്നിട്ട് ഈ പറഞ്ഞതുപോലെ 10,000 8,000 10,000 നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് സൈഡിൽ കാണിക്കും. അടുത്ത്, ദ പ്രോഫിറ്റ് ഓഫ് ദ ഫേം ആഫ്റ്റർ പ്രൊവൈഡിങ് വിജയ് സാലറി ആൻഡ് പാർട്ണേഴ്സ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ സാലറിയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ബാക്കി അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം പോയതിനു ശേഷം അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 15,000 ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഫോർമാറ്റ് പഠിച്ചായിരുന്നു, പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിലും ലോസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നത്, ബൈ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ബൈ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിനകത്ത് പ്രോഫിറ്റ് അല്ലേ. അപ്പോൾ ഈ പ്രോഫിറ്റ് എങ്ങനെ ഷെയർ ചെയ്യും, 3:2 റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്യും, ഷെയർ ചെയ്യും. അപ്പോൾ 15,000 ഇൻറ്റു 3/5 ആർക്ക് കിട്ടും, ഈ പറഞ്ഞ പോലെ അജയ്ക്ക് കിട്ടും. വിജയ്ക്ക് എത്ര കിട്ടും, 15,000 ഇൻറ്റു ഈ പറഞ്ഞ പോലെ 2/5 കിട്ടും അല്ലേ. അപ്പോൾ 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3 വരും, 3 × 3 9,000 എന്ന് കിട്ടും. അടുത്ത 15,000 അല്ലേ, 3 × 2 എന്ന് പറയുമ്പോൾ 6,000 എന്ന് കിട്ടും. അപ്പോൾ പ്രോഫിറ്റ് എങ്ങനെ കിട്ടും, 9,000 എന്നും കിട്ടും, 6,000 എന്നും കിട്ടും. ഓക്കെ, ഇതാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് ടോട്ടൽ ചെയ്യണം, കാരണം വേറെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇല്ല ക്വസ്റ്റ്യനിൽ അല്ലേ.
ഡ്രോപ്പ് ദി പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അസ്യൂമിങ് ദി ക്യാപിറ്റൽ അക്കൗണ്ട്സ് ആർ മെയിൻറ്റൈൻഡ് അണ്ടർ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്നാണ് പറഞ്ഞത്. അപ്പം വേറെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. അപ്പം ഈ പറഞ്ഞ പോലെ ആദ്യം ക്രെഡിറ്റ് സൈഡ് നമ്മൾ ടോട്ടൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ആദ്യം വിജയുടെ എമൗണ്ട് കൊണ്ട് നോക്കാം. 40,000 12,000 ആഡ് ചെയ്യും 52,000 2,000 ആഡ് ചെയ്യും 54 6,000 കൂട്ടുമ്പോൾ 60,000 എന്ന് കിട്ടും. 60,000 വിജയുടെ എമൗണ്ട് കൊണ്ട് കിട്ടും. അജയുടെ എമൗണ്ട് കൊണ്ട് വരുമ്പോൾ 60 + 3 63 + 9,000 ഈ പറഞ്ഞ പോലെ 72,000. അപ്പം ഈ 72,000 നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. 60,000 ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. എന്നിട്ട് ഈ എമൗണ്ടിൽ നിന്ന് 72,000 നിന്ന് 10,000 മൈനസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിൽ നമുക്ക് 2 ബാലൻസ് ക്യാരിഡ് ഓൺ. ഈ ക്ലോസിംഗ് 2 ബാലൻസ് ക്യാരിഡ് എന്ന് പറയുമ്പോൾ ക്ലോസിംഗ് ആണ്. 31 ഡിസംബർ 2010 തന്നെയാണ് 2 ബാലൻസ് ക്യാരി. ഓപ്പണിംഗ് ബൈ ക്യാഷ്, ക്ലോസിംഗ് 2 ബാലൻസ് ക്യാരിഡ് ഓൺ ആണ്. അപ്പോൾ 72,000 നിന്ന് 10,000 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 62,000 കിട്ടും. അടുത്ത് 60,000 8,000 മൈനസ് ചെയ്യുമ്പോൾ 52,000 കിട്ടും. ഇതാണ് ആൻസർ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിച്ചാൽ മതി. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ഇവിടെ എൻഡ് ചെയ്തേക്കുന്നു. അടുത്ത ക്ലാസ് ബാക്കി സെക്കൻഡ് മെത്തേഡും പിന്നെ ഇതിൻ്റെ ബാക്കി P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. അത് അടുത്ത ക്ലാസ് നമുക്ക് ഡിസ്കസ് ചെയ്യും. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഈ പറഞ്ഞ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി. പിന്നെ ഈ പറഞ്ഞ പ്രോബ്ലം ഇതിൻ്റെ ഒരു അസൈൻമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഓൺലൈനായിട്ട് ഞാൻ അതിനകത്ത് അയക്കണമുണ്ട്. ഓക്കെ, ശരി. അപ്പം ഓക്കെ.